ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പെട്ടെന്നുള്ള കോപവും അതിനുശേഷമുള്ള ചില പ്രതികരണങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും ദൈവ പദ്ധതികളിൽ നിന്നും നമ്മളെ മാറ്റിക്കളയും. ഇതിന് വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ തെളിവായി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഇസ്രായേലിനെ 40 സംവത്സരത്തോളം മരുഭൂയാത്രയിൽ നയിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാനായി പരിശ്രമിച്ചിട്ടും ആ വാഗ്ദത്ത നാട്ടിൽ എത്തുവാൻ കഴിയാതെ പോയ മോശയാണ്. ദൈവവചനം വായിക്കുന്ന ആർക്കും ഈ ഒരു കാര്യം അറിയാവുന്നതാണ്. നമ്മൾ ചിന്തിക്കും, മോശയുടെ ആ ഒരു കോപം അല്ലെങ്കിൽ ആ മോശയുടെ ആ ഒരു പ്രവൃത്തി, ആ കാരണം കൊണ്ട് ഇത്രയും വലിയ ഒരു ന്യായവിധി, ഇത്രയും വലിയ ഒരു ശിക്ഷാവിധി, ന്യായവിധി എന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, ഇത്രയും വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് നൽകാനായിട്ട് പറ്റുമോ? കാരണം പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ജനനിമിത്തമായി ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ കോപിച്ച് പാറയെ അടിച്ച് അതിനുശേഷം ദൈവം പറയുന്ന ആ വാക്കുകൾ, പിന്നീട് അദ്ദേഹത്തിന് ആ വാഗ്ദത്ത നാട്ടിലേക്ക് കയറാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ. പക്ഷെ ഞാൻ ആ വേദഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ വളരെ ഗൗരവമേറിയ ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നൽകി തന്നു. ആ ആത്മീക ചിന്തകൾ നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ ചില വിഷയങ്ങളിൽ ഇടപെട്ട് കോപിച്ച് പ്രതികരിച്ച് നമ്മുടെ ആത്മീക ജീവിതം ഇല്ലാതെയാക്കി, എന്താ പറയുന്നത്, ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി ദൈവവചനത്തിൽ നിന്നുള്ള ഈ പാഠങ്ങൾ പഠിച്ച് നമുക്ക് മുൻപോട്ട് പോയാൽ പരാജയപ്പെടാതെ സന്തോഷത്തോടെ ദൈവഹിതത്തിൻ്റെ പാതയിലും ദൈവകൃപയിലും നമുക്ക് മുൻപോട്ട് പോകാം. ദൈവകൃപ അനുഭവിച്ച് നാം മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ആത്മീകരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരു മേഖല കോപത്തിൻ്റെ മേഖലയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിലൂടെ വിവിധ അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാര്യം എന്നോട് സംസാരിക്കുന്നത് കൊണ്ട്, ജീവിതാനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ആയതുകൊണ്ട് വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കിടുവാൻ ഓരോ ദിവസവും കർത്താവ് നൽകിത്തരുന്ന എല്ലാ അവസരങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും എല്ലാം നൽകി കൊടുത്തുകൊണ്ട് വളരെ വേഗം വളച്ചുകെട്ടലുകളില്ലാതെ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആ വേദഭാഗം പഠിച്ചപ്പോൾ മോശ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതിരുന്നതിന് ഏറ്റവും കുറഞ്ഞത് 3 കാരണങ്ങൾ എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടെത്തി. വളരെ ഗൗരവമായ 3 കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ കടക്കാൻ കഴിയാതെ പോയത് ജനനിമിത്തമാണ്, അല്ലെങ്കിൽ ജനനിമിത്തമാണ് അദ്ദേഹം പ്രതികരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പ്രതികരിച്ചത്. ഈ കോപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു മെസ്സേജ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം മെസ്സേജുകൾ. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. എന്നാൽ പുതുതായി വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ പോയി കാണാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ വേഗം ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടുകയാണ്. മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതായിരുന്നു അന്ന് നമ്മൾ പ്രസംഗിച്ച അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അന്ന് കയീന്റെ കോപ സ്വഭാവവും ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകവും നമ്മൾ ചിന്തിച്ചു. പ്രവാചകനായ യോന ഭയങ്കര കോപിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. ദൈവം പലതവണ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കോപിച്ചു. പിന്നീട് ശുശ്രൂഷയിൽ പോലും താൻ ഉണ്ടായില്ല. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കോപം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അതൊരു നല്ല വികാരമാണ്. ഈ അമർഷം, കോപം ഒരു നല്ല വികാരമാണ്. പക്ഷേ
ഒരു ആത്മീകൻ അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും അധികം ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കോപം. ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ലത്. ഞാനൊരു ആത്മീക മർമ്മം നിങ്ങളോട് പറയാം. ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ അനിയന്ത്രിതമായ, അതായത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത കോപ സ്വഭാവത്തിനുടമയാണെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടാൻ കഴിയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കോപവും കലഹവും തുടർക്കഥയാണെങ്കിൽ ഒരു കാരണവശാലും ദൈവിക വിടുതലുകൾ ആ കുടുംബത്തിൽ വെളിപ്പെടില്ല. 100% ഞാൻ ഉറപ്പ് പറയാം. എന്താണ് കാരണം? ദൈവദാസനെ എന്താണ് കാരണമെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം ഞാൻ പറയാം. വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സൗമ്യത, ശാന്തത, വിനയം, കോപത്തിന് താമസം, ഈ പദങ്ങളെല്ലാം ദൈവിക സ്വഭാവങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വഭാവങ്ങളായിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്രോധം, ശാഠ്യം. ഇതെല്ലാം ജഡത്തിന്റെ പ്രവർത്തികളായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക ഗുണഗണങ്ങളിൽ ആത്മീക വളർച്ചയിൽ ഒരു വ്യക്തി മുൻപോട്ട് പോകണമെങ്കിൽ ആ വ്യക്തി ശാന്തനായിരിക്കും, സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണല്ലോ പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ എന്താ പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം സമാധാനം ഉണ്ടാക്കുന്നവർ, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ചിലരാണ് എല്ലായിടത്തും വഴക്കുണ്ടാക്കാൻ നടക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അവരൊരു നെഗറ്റീവ് അവിടെ കണ്ടുപിടിക്കും. അത് ചിലരുടെ സ്വഭാവമാണ്. നിങ്ങൾ അവരെ നോക്കിയാൽ മതി, അവരുടെ തലമുറയിൽ ഈ ഒരു സ്വഭാവം തുടരും. അവർക്കൊന്നും ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്ത് ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. 2, അവരുടെ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാകില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ കോപ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മൾ ഇടപെട്ട് കോപിച്ച് നഷ്ടമാകുന്ന അനുഗ്രഹം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആ മോശയുടെ ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. കാരണം എനിക്കിത് കുറച്ച് ടൈം എടുത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. നിങ്ങൾ വളരെ വേഗത്തിൽ പോയാലും ഇല്ലെങ്കിലും എനിക്കിങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ 2 ദിവസമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് വായിച്ച് പ്രാർത്ഥിച്ചൊരുക്കിയ ഒരു സന്ദേശമാണ് ഈ ഒരു മെസ്സേജ്. അത് മുഴുവനും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആത്മീകമായി വളരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആത്മീക ജീവിതം നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ കോപിക്കുന്ന, പ്രതികരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുണ്ടാകും, ഇല്ലെങ്കിൽ കൂട്ടായ്മയിലുണ്ടാകും, ഇല്ലെങ്കിൽ റോഡിലുണ്ടാകും, ഇല്ലേ അയൽവക്കക്കാരനുമായിട്ടുണ്ടാകും. ഞാനിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഫാസ്റ്റിങ്ങിന്റെ ടൈമിലാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് രോഗികളായിട്ട് മാറുന്നു, പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അത് പ്രാർത്ഥിച്ച് അതിനെ തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഈ 7 days 21 days ഒക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ, നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മളോട് ഉടക്കിന് വരും. ഒരു കാര്യമില്ലാതെ ആൾക്കാർ നമ്മളോട് വഴക്കിന് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ വിഷമമായിട്ട് തോന്നി. ഇപ്പൊ പിന്നെ അതൊരു കാര്യമേ അല്ല, നമ്മളൊന്നും മിണ്ടാതെ അതങ്ങ് വിടും. അപ്പൊ ശരിക്കും നമ്മൾ പ്രതികരിക്കുക, നമ്മൾ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള, നമ്മളെ കുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നേരെ വരും. ഇതിനെ വളരെ ഗൗരവത്തോടെ നമ്മൾ വിവേചിച്ച് നമ്മൾ അവിടെ പൊട്ടിത്തെറിച്ചാൽ, നമ്മൾ ക്ഷിപ്രകോപികളായി മാറിയാൽ, നമ്മുടെ ആത്മീക ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകില്ല. നമ്മൾ ഈ മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മോശ എന്ന് പറയുന്ന വ്യക്തി തൻ്റേതല്ലാത്ത കാരണത്താൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയ ഒരാളാണ്. സത്യത്തിൽ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നും. ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ട് 40 സംവത്സരങ്ങൾ ഈ ദൈവമനുഷ്യൻ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഇത്രയും സ്വഭാവങ്ങളൊക്കെയുള്ള ഈ ഒരു ജനത്തെ നടത്തിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്ത് ചതിയാണ് ദൈവമേ ആ വ്യക്തി
ഭക്തിയോട് ദൈവം ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ അതിന് വ്യക്തമായ ഉത്തരം ഞാൻ വചനത്തിൽ നിന്ന് പറയാം. ഞാൻ ഈ പറയുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്തകൾ തരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ആത്മീക വർധനവാണ്, ആത്മീക വളർച്ചയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തിലേക്ക് പോകണം. അവിടെ സത്യത്തിൽ സംഭവിച്ച കാര്യം എന്താണ്? ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗമാണ്. മോശയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിൽ 2 തവണയാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത്. ഒന്ന് ഹോരേബിൽ വെച്ചാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗത്താണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. അത് ഇസ്രായേൽ ജനം കാദേശിൽ വെച്ച് അല്ലെങ്കിൽ സീൻ മരുഭൂമിയിൽ വെച്ച് അവർക്ക് ദാഹിച്ചപ്പോൾ അവർ പിറുപിറുത്തതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മോശ ദൈവം മുമ്പാകെ മുട്ടുമടക്കി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതിനൊരു ഉത്തരം കൊടുത്തു. ദൈവം പറഞ്ഞൊരു ഉത്തരം, നീയും അഹരോനും കൂടെ നിന്റെ വടിയെടുക്കുക, എന്നിട്ട് പോയി നിന്നിട്ട് ജനം കാണുകെ പാറയോട് കൽപ്പിക്കുക, ഞാൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രശ്നത്തിന്റെ മറുപടി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ മോശയ്ക്ക് സംഭവിച്ചത് എന്താണ്? നമ്മൾ കാണുന്നത് മോശ അങ്ങോട്ട് ചെല്ലുന്നു, മത്സരികളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ സംസാരിച്ചിട്ട് പാറയെ 2 പ്രാവശ്യം അടിക്കുകയാണ്. സത്യത്തിൽ അടിക്കാൻ പറഞ്ഞില്ല, കൽപ്പിക്കാനാണ് പറഞ്ഞത്. പാറയിൽ നിന്ന് വെള്ളം വന്നു, അത്ഭുതം നടന്നു, ജനം കുടിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ നീ എന്നെ വിശുദ്ധീകരിക്കാത്തത് കൊണ്ട് നീ ആ ദേശത്ത് പ്രവേശിക്കുകയില്ല. വളരെ വേഗം ആ 3 കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തേത്, ജനനിമിത്തം കോപിച്ച് നാവ് ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച മോശയുടെ നാവ് ശരിയല്ലാത്ത നിലയിൽ ഉപയോഗിച്ചുവെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. നമുക്ക് ദൈവവചനത്തിന്റെ അകത്ത് എല്ലാറ്റിനും തെളിവ് വേണമല്ലോ. നമുക്ക് സങ്കീർത്തനം 106-ന്റെ 33 നമ്മൾ പോകുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. മോശയ്ക്ക് ജനനിമിത്തം ദോഷം ഭവിച്ചു, അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. അപ്പൊ മോശ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ കാര്യമല്ല, അവിവേകമാണ്. നമ്പർ 1. രണ്ടാമത്തേത്, സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മോശയോട് യഹോവയാം ദൈവം പറയുകയാണ്, നീ അകൃത്യം ചെയ്തതുകൊണ്ട് നീ ആ നാട്ടിൽ പ്രവേശിക്കില്ല. നെബോ മലമുകളിൽ കയറി ആ പട്ടണത്തെ ആ സ്ഥലത്തെ, ആ കനാനെ നീ നോക്കി കാണുക. അടുത്തത്, നീ ഒരിക്കലും ആ ദേശത്ത് പ്രവേശിക്കില്ല, കാരണം നീ അകൃത്യം ചെയ്തതുകൊണ്ട്. എന്താണ് മോശ ചെയ്ത അകൃത്യം? അത് ഇത്ര വലിയൊരു ക്രൈമായിരുന്നു, കുറ്റമായിരുന്നു? നമുക്കതിലേക്ക് വരാം. ഒന്നാമത്തേത്, ജനത്തിന്റെ പ്രതികരണത്തിൽ മോശ കോപാകുലനായി. സത്യത്തിൽ ഈ ഞങ്ങളൊക്കെ ദൈവദാസന്മാര്, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരാണ്. ഈ പല സമയത്തും ഈ ചില ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ നമ്മൾ ആത്മീകം കുറച്ചു നേരം താഴെ വെച്ചാലോ എന്ന് പോലും ചിന്തിക്കും. കാരണം ചില ആളുകൾ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ആ ചിലരോട് പ്രതികരിക്കണമെങ്കിൽ ആ നിലവാരത്തിൽ പ്രതികരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അത് പാടില്ലെന്നുള്ളതാണ് സത്യം. ഇന്നും
നമ്മൾ ആത്മീക കൂട്ടായ്മകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തീയ പക്വതയിലും ആ ഒരു വളർച്ചയിലും മുൻപോട്ട് പോകേണ്ടുന്ന പലരും അവരുടെ നിലവാരം വിട്ട് സാധാരണക്കാരെ പോലെ അവർ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് ശരിക്കും ദൈവം വെറുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരിൽ നിന്നും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ കാലങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ആത്മീക വളർച്ചയുണ്ട്. ആ ഒരു ആത്മീക വളർച്ച നമ്മളിൽ ഉണ്ടാകണം. ഇവിടെ 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മോശ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്? ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, മോശയുടെ സംസാരം. മോശ എന്താ പറഞ്ഞത്? മത്സരികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മത്സരികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അടുത്തത്, മോശ അവരോട് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഞാനും അഹറോനും നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കണമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ചില ട്രാൻസ്ലേഷനിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കും എന്നാണ്. അതായത് ദൈവം പുറപ്പെടുവിക്കുമെന്ന് പറയേണ്ട സ്ഥാനത്ത് ഞങ്ങൾ പുറപ്പെടുവിക്കും എന്ന് മോശ പറഞ്ഞു. ഒരിക്കലും ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചതല്ലത്. മനസ്സിലായി? 2, ജനത്തിന്റെ സ്വഭാവം കണ്ട് മോശയുടെ മനസ്സ് മടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഈ വ്യക്തി ഇനിയും ഈ ജനത്തെയും കൊണ്ട് മുൻപോട്ട് പോകുന്നത് വേണ്ട എന്ന് ദൈവം ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. കാരണം ദൈവത്തിന് ആളില്ലാഞ്ഞിട്ടല്ല. ഇന്നൊരു റൺസൺ പോയാൽ തൽസ്ഥാനത്ത് 10 റൺസിന് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ആരെങ്കിലുമൊക്കെ പോയാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രതികരണങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു കുടുംബജീവിതം തകർക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു കൂട്ടായ്മ തകർക്കാൻ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്താൽ മതി. പക്ഷെ അത് പണിയാൻ അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ 40 വർഷം കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ ദൈവദാസനെ 40 വർഷം കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കും. പുറപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ പാറയെ അടിക്കുന്ന ആ ഒരു സംഭവം, അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതിന്റെ 1-ാമത്തെ സംവത്സരത്തിലാണ് നടക്കുന്ന ഒരു കാര്യമാണത്. ചരിത്രം പഠിക്കുമ്പോൾ ഈ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 1-ാം മാസം എന്ന് പറഞ്ഞാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. 1-ാം മാസം. അപ്പൊ നമ്മൾ ചിന്തിക്കും, 1-ാം മാസം ഏത് മാസമാണ്? പുറപ്പെട്ടതിന്റെ 1-ാം മാസമാണോ? അല്ല. ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് മരുഭൂപ്രയാണത്തിന്റെ 40-ാം സംവത്സരത്തിന്റെ 1-ാം മാസം. കാരണം ആ വർഷം തന്നെയാണ് മോശ മരിക്കുന്നത്, അഹറോൻ മരിക്കുന്നത്, മോശ പോകുന്നത്. ഇതെല്ലാം ആ 40-ാമത്തെ വർഷത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 40 കൊല്ലം കൊണ്ട് മോശയ്ക്ക് സംഭവിച്ച മാറ്റം ഭയങ്കരമല്ലേ? സത്യമല്ലേ? പണ്ട് കാളക്കുട്ടിയെ പോലും അവരുണ്ടാക്കി ആരാധിച്ചപ്പോൾ, ജനം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ജനത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ മോശ ഇടിവിൽ നിന്ന് ദൈവമേ അരുതെന്ന് പറഞ്ഞ മോശ ഇന്ന് ആ കാഴ്ചപ്പാടുകളും രീതികളും എല്ലാം മാറി മത്സരികളെ എന്ന് വിളിച്ച് ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തോട് ഒരു സാധാരണക്കാരിലും തരം താണ നിലയിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ജനത്തിന്റെ മുമ്പാകെ നീ എന്തുകൊണ്ട് എന്നെ വിശുദ്ധീകരിച്ചില്ല? ശ്രദ്ധിക്കുക, ജനത്തിന്റെ മുൻപാകെ എന്തുകൊണ്ട് നീ എന്നെ വിശുദ്ധീകരിച്ചില്ല? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ പ്രതിനിധികളായി നിൽക്കുമ്പോൾ നാം ആ ദൈവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നൊരു ഓർമ്മ നമുക്ക് വേണം. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, 40 കൊല്ലം കഴിഞ്ഞു, എൻ്റെ പ്രതിനിധിയായി നിൽക്കേണ്ടവനാണ്. പക്ഷെ മുകളിലേക്ക് പോകേണ്ടുന്ന ഗ്രാഫ് നേരെ താഴോട്ടാണ് പോകുന്നത്. ജനത്തോട് മനസ്സിൻ്റെ അകത്ത് അമർഷമായി, നമ്പർ 1. രണ്ടാമത്തേത്, ഞാൻ കൽപ്പിക്കാൻ പറഞ്ഞിടത്ത് അടിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പറയുന്ന ഹിതം വിട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ദൈവം പറയുന്നത് എന്താണെന്ന് ചെവി ഓർത്ത് കേട്ടിരുന്നവനാണ്. പക്ഷെ ഇന്ന് ദൈവത്തിന് സ്തോത്രം, ബോധിച്ചതുപോലെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ തുടങ്ങി. സത്യമല്ലേ ഞാൻ പറയുന്നത്? വിശ്വാസത്തിൻ്റെയൊക്കെ ആരംഭ നാളുകളിൽ, കാലങ്ങളിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അന്വേഷിച്ച് കാലങ്ങൾ കുറെ കഴിയുമ്പോൾ എന്തുമാകാം ഏതുമാകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഞാൻ മോശയെ കുറ്റം പറയുകയല്ല കേട്ടോ. ഞാൻ
ഐ റെസ്പെക്ട് ഹിം. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ജനത്തിന്റെ മുമ്പാകെ നീ എന്നെ വിശുദ്ധീകരിച്ചില്ല? എന്തുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചില്ല? 20-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ട് ജനത്തിന്റെ മുമ്പിൽ നീ എന്നെ വിശുദ്ധീകരിച്ചില്ല, ശുദ്ധീകരിച്ചില്ല? എവിടെയാണ് വിശുദ്ധീകരണം നഷ്ടപ്പെട്ടത്? ഒരു സാധാരണക്കാരനെ പോലെ മത്സരികളെ എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ഒരു ചിത്രം പോലെ ഞാൻ ആ ഭാഗത്തിലേക്ക് ചെന്നപ്പോൾ, അകൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ, അവിവേകം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ പൊട്ടിത്തെറിച്ച് ഭ്രാന്തനെ പോലെ ആ സ്ഥലത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ്? സകല നിലയും വിട്ട് അദ്ദേഹം മോശക്കാരനായതുകൊണ്ടല്ല, ഈ ജനത്തിന്റെ സ്വഭാവം നാളുകൾ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു. പല സമയത്ത് നമ്മളും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നാം തീരുമാനിക്കണം. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ദൈവകൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നാളിൽ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ ആത്മീയത കൊണ്ടാണ് പ്രശ്നക്കാരെ കൈകാര്യം ചെയ്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആത്മീയതയെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, അവരെക്കാൾ തരം താണെങ്കിലേ ഇവന്മാരെയൊക്കെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം ആ ആത്മീയതയുടെ നിലവാരം പോയ പോക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ ഒരു നിലയിലേക്ക് മാറി, അടിച്ചാൽ തിരിച്ചടിക്കുക, കുത്തിന് പിടിച്ചാൽ തോളിന് പിടിക്കുക, ഇല്ലേ, നെഞ്ചിനിടിച്ചാൽ പള്ളയ്ക്ക് കുത്തുക, ഇതിലേക്കൊക്കെ മാറുമ്പം സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം പറഞ്ഞു, മതി മോനെ, നീ ഇനിയും വാഗ്ദത്ത നാട്ടിലേക്ക് പോകണ്ട, ഞാൻ അടുത്ത ആളെ കണ്ടോളാം. കൊല്ലം 40 കഴിഞ്ഞില്ലേ, നോക്കുക, നീ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ട്, ജനത്തിന്റെ മുമ്പാകെ എന്നെ ശുദ്ധീകരിക്കാത്തത് കൊണ്ട്, എൻ്റെ ജനത്തെ മറ്റൊരു നിലവാരത്തിലേക്ക് നീ കണ്ടതുകൊണ്ട്, നിന്റെ ഉള്ളിൽ ഇത്രയും വേദനയായതുകൊണ്ട്. അദ്ദേഹം നിത്യതയിലേക്ക് പോയില്ല എന്നൊന്നുമല്ല കേട്ടോ, അദ്ദേഹം ദൈവം ശിക്ഷിച്ചൊന്നുമല്ല, യഹോവയാണ് അടക്കിയത്, യഹോവയാണ് എല്ലാ കാര്യവും ചെയ്തത്. പക്ഷെ മതി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവങ്ങൾ നാം വളരെ സൂക്ഷിക്കുക, ഗൗരവമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരിക. അതെ, ചില സമയങ്ങളിൽ നമ്മൾ ക്ഷിപ്രകോപികളായി എന്താ പറയുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചില വിഷയങ്ങളിൽ ഇടവിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ അവിടെ സംയമനം പാലിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക, മിണ്ടാതെ മാറി നടക്കുക, ദൈവ ഇഷ്ടത്തിനായിട്ട് വിധേയപ്പെടുക. ഞാൻ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നീട് വേദനയായിട്ടുണ്ട്, ക്ഷമ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വചനം പഠിച്ചപ്പം എന്താ പറയുന്നത്, പൂർണ്ണനായി എന്നുള്ളതല്ല, നമ്മളെല്ലാം ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.